സാർ ഒരുപാട് ഓവറായി. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, 1 കോടി രൂപ മുടക്കിയാലും മനസ്സിലാണെങ്കിൽ ഒരു കമ്പനി ഒത്തു കിട്ടാൻ പ്രയാസമാണ്. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇന്ന് ഞാൻ കുടിച്ചു 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 തിമിർക്കും. എന്നാലും ഇപ്പൊ തന്നെ സാറ് 10 പെഗോളകത്താക്കി. വേണ്ട വേണ്ട, എനിക്ക് പണം വേണ്ട, സ്വർണം വേണ്ട, പെണ്ണ് വേണ്ട, വേണ്ടതൊന്നു മാത്രം മദ്യം മദ്യം മദ്യം. നിന്നെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഒത്തു കിട്ടുമ്പോഴല്ലേ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റൂ. പോരാത്തതിന് ഇന്ന് ഞാൻ ഈ ഹോട്ടലിൽ സ്റ്റേയാ. നീ പോരുത് ഇന്ന്. 1 ലാർജ് പ്ലീസ്. ഇനി വേണോ സാർ? വേണം. 2 കുപ്പി ഒറ്റ ഇരിപ്പിനകത്താക്കിയിട്ടുള്ളവനാ ഞാൻ. അത് രാവിലെ തുടങ്ങുമ്പോൾ. ഇന്ന് വൈകിട്ട് തുടങ്ങിയതുകൊണ്ടാ ഇത്ര കുറവ്. വേണ്ട വേണ്ട, സോഡ വേണ്ട. സാർ നമുക്ക് റൂമിലേക്ക് പോവാം. ഒരു കുഴപ്പമില്ല. ഒരെണ്ണം കൂടി. ഇനി വേണ്ട സാർ. ഞാൻ സാറിന് റൂമിലാക്കിട്ട് വരാം. വാ സാർ, വാ എണീക്ക്. വീണിലല്ലോ കിടക്കുന്നു ചുമലില മദ്യപിച്ചയ്യോ. സാർ നിൽക്കി. ഇവിടെ ഓക്കെ സാർ. സാർ വാ പതുക്കെ. കിടക്ക്. ഒരു പെഗ്.
സാർ 206 ഗസ്റ്റ് മിനിഞ്ഞാന്ന് റൂമിൽ കയറിയതാ. ഞാൻ പലതവണ മുട്ടി നോക്കി, തുറക്കുന്നില്ല. അതെന്താണെന്ന് അറിയില്ല സാർ. നീ ആ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങടുത്ത്
അമിതമായി മദ്യപിച്ചതിന് ശേഷം അബോധാവസ്ഥയിൽ വെള്ളത്തിൽ കുതിർന്നു കിടന്നാൽ, അതും ഹയസ്റ്റ് കൂളുള്ള AC റൂമിൽ, ബ്രെയിൻ സെൽസിനെ അത് ബാധിക്കും, മരവിപ്പിക്കും. പിന്നെ അയാൾക്ക് ബെഡിൽ നിന്ന് പരസഹായമില്ലാതെ എണീക്കാൻ സാധിക്കില്ല. തക്ക സമയത്ത് രോഗി ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ രക്ഷപ്പെടുത്താം, ഇല്ലെങ്കിൽ മരണം ഉറപ്പാ. ഇതുപോലെ നിരവധി സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാറിലെ വെയിറ്റർ പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് ഒരു കുപ്പി മദ്യമെങ്കിലും അയാൾ അകത്താക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ മദ്യത്തിന്റെ ലഹരി കുറയ്ക്കാൻ വേണ്ടി അയാൾ കുളിച്ചതാവാം. എനിവേ, എന്തെങ്കിലും മർഡർ സിംറ്റംസ്? നോ, ദിസ് ഈസ് എ നാച്ചുറൽ ഡെത്ത്. എൻ്റെ അനുഭവത്തിൽ ഇത് ആദ്യ സംഭവമാണെങ്കിലും ഇതുപോലുള്ള ഡെത്തിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് ഒരു ഇംഗ്ലീഷ് ബുള്ളറ്റിനിൽ വായിച്ചിട്ടുമുണ്ട്. പിന്നെ നിങ്ങളുടെ കണ്ണിൽ എല്ലാത്തിനും ഒരു നെഗറ്റീവ് വേ ഉണ്ടാവുമല്ലോ. എന്ത് ചെയ്യാനാ ഡോക്ടറെ, പോലീസായി പോയില്ലേ. നാട്ടിലൊരു മരണം നടന്നാൽ, അതെ, അതും ഇതുപോലൊരു മുറിയിൽ വെച്ച്. പിന്നെ നാട്ടുകാർക്ക് അതൊരു കൊലപാതകമായി കാണാനാണ് ഇഷ്ടം. അന്വേഷണം പൂർത്തിയായതിനു ശേഷം കൊലപാതകമാണെന്നതിന്റെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ മാധ്യമങ്ങൾ അതൊരു ആഘോഷമാക്കി മാറ്റും. പിന്നെ ഞങ്ങൾക്ക് സസ്പെൻഷൻ, പനിഷ്മെന്റ്, എന്തെല്ലാം പൊല്ലാപ്പുകളാണ് ഡോക്ടറെ. ഇപ്പോഴാണെങ്കിൽ റിട്ടയർഡ് ഓഫീസർമാർ പോലും ഞങ്ങൾക്ക് എതിരായി പറയും. ഞാൻ കുറ്റം പറഞ്ഞതല്ല, നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. താങ്ക് യു ഡോക്ടർ. ഈ റിപ്പോർട്ട് എനിക്ക് പൂർണ്ണമായും പ്രൊസീഡ് ചെയ്യാമല്ലോ? മറ്റൊരു സാധ്യതയൊന്നും കാണുന്നില്ലല്ലോ? നോ. ആർ യു ഷുവർ? നോ എവിഡൻസ്.
Cheers. നിനക്കെന്ത് തന്നാലും എനിക്ക് മതിയാവില്ല. അയാൾ ജീവിച്ചിരുന്നാൽ ഞാൻ ഇരുമ്പഴിക്കുള്ളിലാവും. ഇപ്പോഴത്തെ കോടതി വിധിയൊക്കെ നിനക്കറിയാമല്ലോ. പൊതുഖജനാവിന് ദോഷം ചെയ്യുന്ന ഏത് അഴിമതി തെളിഞ്ഞാലും ശിക്ഷ ഉറപ്പാ. കേന്ദ്രമന്ത്രിമാർ വരെ തീഹാർ ജയിലില്ല. നമ്മുടെ മുൻ മന്ത്രിയും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്ന് ഉണ്ടെത്തുന്നത് നിനക്ക് ഓർമ്മയില്ലേ? അയാളോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ, പണമായോ എസ്റ്റേറ്റായോ എന്ത് വേണമെങ്കിലും തരാമെന്ന്. കേട്ടില്ല. ഇനി സാക്ഷി അങ്ങ് യമലോകത്ത് പോയി പറയട്ടെ. ഒരുപാട് താപ്പാനുകളെ മെരുക്കിയിട്ടാ ഞാൻ ഈ സ്ഥാനത്ത് വന്നത്. പിന്നെയായി കുഴിയാന. അഡ്വാൻസ് കഴിച്ചു പറഞ്ഞ തുകയിലും 10 ലക്ഷം രൂപ കൂടുതലുണ്ട്. നിന്നെ എനിക്ക് ഇനിയും ആവശ്യം വരും. ഏതായാലും രവിവർമ്മയുടെ കാര്യം ഇതോടെ ക്ലോസ്. ഹലോ, ഞാനാ നിഷ. എന്താ? എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം. ഇപ്പൊ എവിടെ ഉണ്ട്? ഓഫീസിനടുത്തുള്ള റെസ്റ്റോറന്റിൽ വന്നാൽ മതി. ഓക്കെ, ഞാനിപ്പോ വരാം. എനിത്തിങ് മോർ? നോ താങ്ക്സ്. ഒരുപാട് നാളായി ഞാൻ സഹിക്കുന്നു. ഇനി എനിക്ക് പറ്റില്ല. ഞാൻ ഡൈവോഴ്സ് നോട്ടീസ് അയക്കാൻ ഏർപ്പാടാക്കാൻ പോവാ. അതിനു മുമ്പ് ഋഷിയോടൊന്ന് പറയണമെന്ന് തോന്നി. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഇല്ല ഋഷി, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാ. എപ്പോഴും കുറെ തല്ലിപ്പൊളി കൂട്ടുകാർ കൂടെ ഉണ്ടാവും. പെത്തടിനും ബ്രൗൺ ഷുഗറും ഒക്കെയാ മറ്റു കൂട്ടുകാർ. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു നല്ല വാക്ക് പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞുണ്ടാവാൻ ഏതൊരു പെണ്ണിനും ആഗ്രഹം ഉണ്ടാവില്ലേ? ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാതെ വരുമ്പോഴൊരു വീർപ്പുമുട്ടൽ. അത് പറഞ്ഞാ ഋഷിക്ക് മനസ്സിലാവില്ല. എന്നാലും ഞാൻ സംസാരിക്കട്ടെ, എന്നിട്ട് മതി നോട്ടീസ്. പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഋഷി ഒന്ന് ശ്രമിച്ചു നോക്ക്. എൻ്റെ എല്ലാ ആപത്ത് സമയത്തും എന്നെ സഹായിച്ചത് നിഷയുടെ പപ്പ മേനൻ സാറാണ്. സ്വന്തം മോനെ പോലെ അദ്ദേഹം എന്നെ കണ്ടിരുന്നു. മേനൻ സാർ പറയുമായിരുന്നു, നിഷ എൻ്റെ സ്വന്തം പെങ്ങളാണ്. ഞാൻ സംസാരിച്ച് ശരിയാക്കും. വിനോജിനെ ഞാൻ നേർവഴിക്ക് കൊണ്ടുവരും. എനിക്ക് ഓഫീസിൽ കയറാൻ സമയമായി. നമുക്കിറങ്ങാം. ഓക്കെ. നിഷ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഇവനാണോടി നിന്റെ പുതിയ സെറ്റപ്പ്? വിനോജേ, എൻ്റെ പെങ്ങളാ നിഷ. പെങ്ങള്? മറ്റുള്ളവന്റെ ഭാര്യമാരെ കീപ്പാക്കി വെക്കുന്നതിന്റെ പേരാണോടാ പെങ്ങള്? ഇയാളോട് സംസാരിക്കാൻ നാണമാവില്ലേ ഋഷി? വിനോജേ, നിഷയുടെ പപ്പയോടെ എനിക്കുള്ള കടപ്പാട് നിനക്കറിയില്ലേ? എന്നെ മോനെ പോലെ കരുതിയാ വളർത്തിയത്. ആ വലിയ മനുഷ്യനെ ഓർത്താ ഞാൻ പറയുന്നത്. വിനോജ് ഇപ്പോഴത്തെ വഴി വിടണം. നിഷ യുവത്തെ സുഖമായിട്ട് ജീവിക്കണം. അത് പറയാൻ നീയാണോ? മാറ്.
ഇനി നിശയുടെ ദേഹത്താണ് നീ കൈ തൊട്ട ഞാൻ ശങ്കർ മഹാദേവൻ, ദേവന്മാരുടെ ദേവൻ, ദ ഗോഡ് ഓഫ് ഗോഡ്സ്. അതുപോലെ ചെകുത്താന്മാരുടെ ചെകുത്താൻ, ദ കിങ് ഓഫ് ദ ഡെവിൾസ്. ആ എൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ഞാൻ ഒരുത്തന്നെയും സമ്മതിക്കില്ല എൻ്റെ വക്കീലേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിയമപരമായി ആരതി വിഷ്ണുനാരായണന്റെ ഭാര്യ ആയതുകൊണ്ട് സ്വത്തുക്കളുടെ അവകാശവും അവർക്ക് തന്നെയാ. പിന്നെ മരിച്ചുപോയ ആദ്യ ഭാര്യയിൽ മക്കളില്ലാത്തോണ്ട് വേറെ അവകാശികളും ഇല്ല. ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ അച്ഛന്റെ സ്വത്താണെങ്കിൽ ശങ്കറിനും അവകാശപ്പെട്ടതാ. പക്ഷേ ഇത് വിഷ്ണുനാരായണന്റെ സ്വന്തം സ്വത്താ, അത് മറക്കരുത്. എന്റെ ജ്യേഷ്ഠൻ സമ്പാദിച്ച സ്വത്ത് ആ ഉരുമ്പട്ടവൾ അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് തന്റെ സമ്മതം ആർക്കു വേണം? തനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ അവളുടെ സമ്മതം വേണം. ആരതിയോടൊപ്പം നിന്ന് അവളുടെ പ്രീതി സമ്പാദിച്ച് അവർ തരുന്നത് വാങ്ങാൻ നോക്ക്. പിന്നെ സ്വത്ത് മുഴുവനും തനിക്ക് വന്ന് ചേരും അവളുടെ മരണത്തിന് ശേഷം. എങ്കിൽ ഞാൻ അവളെ കൊല്ലും. എന്നിട്ട് എന്തിനാ ജയിലിൽ പോയി കിടക്കാനോ? ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ ഇരുമ്പഴികൾ എണ്ണിക്കിടക്കേണ്ടി വരും. അവകാശികളില്ലാത്ത സ്വത്ത് സർക്കാർ കണ്ടുകിട്ടുകയും ചെയ്യും. അല്ലാതെന്താ? കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യണം. ഇവിടെ മസിൽ പവർ അല്ല ആവശ്യം, ബുദ്ധിയാണ് ആവശ്യം. എന്നുവെച്ചാൽ ആരതി ഇല്ലാതാകണം. എങ്ങനെ? ആരതി മരിക്കണം. പക്ഷേ അതൊരു കൊലപാതകമാകരുത്. ഒരു തെളിവ് പോലുമില്ലാത്ത ഒരു നാച്ചുറൽ ഡെത്ത്. കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കി തരാം. പക്ഷേ 100 കോടിയോളം വരുന്ന സ്വത്തുണ്ട് ആരതിക്ക്. ഓക്കെ, അതിൻ്റെ 1% എനിക്ക് തരണം. അതായത് 1 കോടി രൂപ. ഓക്കെ? എനിക്കറിയാവുന്നൊരു പയ്യനുണ്ട്. ഹീസ് എ പ്രൊഫഷണൽ കില്ലർ. ഒരാൾ സംശയിക്കില്ല. എ ചാമിങ് സ്മാർട്ട് ബോയ്.
ആരതിയോട് ശങ്കർ കൂടുതൽ സ്നേഹം നടിക്കണം, വിശ്വാസം നേടണം. ഓക്കേ? ഇതിലെന്റെ പ്രതിഫലം 50 lakhs. നോ, 1 crore. ഓ, Agreed. Agreed. Advance 25 lakhs. Done. വണ്ടി വരുന്നുണ്ടല്ലോ. ആ ശങ്കർ സാറിൻ്റെ വണ്ടിയാണല്ലോ. ആ ഒരുപാട് കാണാമല്ലോ സാറും കൂടെ വന്നിട്ട്. നിനക്കറിഞ്ഞായിരിക്കും ഞങ്ങളൊക്കെ മറന്നോ? ജോലി തിരക്ക് കൊണ്ടാടോ. 1-2 മാസമായിട്ട് ബിസിനസ് ടൂറിലായിരുന്നു. പിന്നെ കൊച്ചമ്മ ആകത്തില്ലേ? കൊച്ചമ്മ അമ്പലത്തിൽ പോയി, ഇപ്പൊ വരും. ആ പുതിയ സർവല്ല സന്ധ്യ. ഈ അടുത്ത് വന്നാ പാവം ഒരു കൊച്ചാ, നന്നായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ എടുത്തോളൂ. തനിക്ക് സുഖമല്ലേ? അതെ, ഇതേ കൊച്ചമ്മ വന്നല്ലേ. ഞാനിന്ന് രാവിലെയും കൂടി ഓർത്തുള്ളൂ. എന്താ വരാഞ്ഞത്? തിരക്കോട് തിരക്കാ, ഒന്നിനും സമയം കിട്ടില്ല. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ഡ്രൈവർ. എന്താ തന്റെ പേര്? ഋഷി. അയാൾക്ക് ഔട്ട് ഹൗസ് കാണിച്ചു കൊടുക്ക്. വരൂ. ഓക്കെ. പണ്ട് മുതലേ ഡ്രൈവർമാരെ താമസിച്ചുകൊണ്ടിരുന്ന ഇവിടെയാ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ സ്മോളടിയോ പരിപാടിയോ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടത്താൻ പറ്റില്ല. കൊച്ചമ്മ അറിഞ്ഞ വലിയ വിഷയം. ഞാനതൊന്നും ചെയ്യാറില്ല. ആ നല്ല കാര്യം. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. വരാട്ടാ. തട്ടി ഇവിടെ ഇടവില്ല, നോക്കണം. തേടിയെത്തും
കൊതിച്ചിടും എന്നിഴൽ തുമ്പ് പോലെ കൂടുവിട്ട് കൂടു തേടി യാത്ര പോകും വെൺപിറാവേ എന്റെ മോഹമഞ്ചലിൽ വരൂ കോടമഞ്ഞിലോളെത്ത് തേടിയെത്തും നീലവാനം കാതിൽ മൂളി കാറ്റു നിന്നെ കൊണ്ടുപോകും ആരും ആരും കണ്ടിടാത്ത വീടു കാണുവാ എവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കുന്നേ? തന്നോട് ചോദിച്ചേ, മുഖത്ത് കണ്ണിലിടുന്നു എനിക്ക്. ഓ, എവിടെ നിന്ന് കെട്ടിയിറങ്ങിയതാണോ? ഓ, എസ്റ്റേറ്റിലെ വണ്ടിയാണല്ലോ. അപ്പൊ പുതിയ ഡ്രൈവർ ആയിരിക്കും അല്ലേ? കണ്ട മുതലാളിയാണെന്ന ഭാവം. ഓരോന്ന് ഇറങ്ങിക്കോളും. പാട്ടും പാടി ഓടി കണക്ക ഇതെന്താ തറവാട്ട് സ്വത്താണോടി? ഇത് പൊതുവഴിയാ. ഇതിലൂടെ വണ്ടി ഓടിക്കാനാ സർക്കാർ ടാറിട്ടിക്കുന്നത്. കയറി അങ്ങ് മേപ്പോട്ട് പോകുന്നല്ലോടി. വേണ്ടാന്ന് വെച്ച് ക്ഷമിക്കുമ്പോ കൂടുതൽ ചിലക്കല്ലേ, വാ കീറിപ്പോവും. ഇവിടുത്തെ പെമ്പിള്ളേരെ തനിക്കറിയില്ല. ഇവിടുത്തെ പെമ്പിള്ളേർക്ക് എന്താടി കൊമ്പുണ്ടാ? ദേ, അനാവശ്യം പറയരുത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ കാളയ്ക്കും പോത്തിനൊക്കെയുള്ള കൊമ്പ. അധികം നിന്ന് വാചകം അടിക്കാതെ കൊച്ചു മുതലാളി വണ്ടി എടുത്തോണ്ട് പോയാട്ടെ. ഓ, ഉത്തരവ്. എന്നാ ചെല്ലാൻ നോക്ക്. ഇപ്പൊ മനസ്സിലായോ കൊരങ്ങ ഇവിടുത്തെ പെമ്പിള്ളേരെ പറ്റി? വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഇനിയും കിട്ടോ ഏറ്. നിന്നെ ഞാൻ എടുത്തോളാടി. യൂണിയൻ പ്രതിനിധികളുമായി സംസാരിച്ചില്ലേ? ഉവ്വ്, സംസാരിച്ചു. 2 മാസത്തിനുള്ളിൽ ശമ്പള വർധന വേണമെന്നാണ് അവരുടെ ആവശ്യം. ഇല്ലെങ്കിൽ വീണ്ടും സമരത്തിന് പോകുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. അടിക്കടി ശമ്പളം കൂട്ടി പറഞ്ഞ വാട്ട് ക്യാൻ വി ഡു? പ്രോഡക്റ്റുകളുടെ വിലയും ഒക്കെ ആണെങ്കിൽ മാർക്കറ്റിൽ ഡെയിലി കുറയുന്നു. ഇതെല്ലാം വിറ്റുകളഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയാലോന്നാ ഇപ്പോഴത്തെ എന്റെ ആലോചന. ഇന്ന് 100 തൊഴിലാളികളെ ഡെയിലി വേസിന് വെച്ചിട്ടുണ്ട്. സൂപ്പർവൈസർ അവിടെ ഇല്ലേ? എംപ്ലോയീസിനെ വച്ചുകൊണ്ട് കാര്യമില്ല, നോക്കി പണി ചെയ്യിക്കണം. ശരി മാഡം. ഇന്നെന്തായാലും ഈവനിങ് ഞാൻ അവിടെ വരെ ഒന്ന് പോകാം. അമ്മ ഫീസ് കൊടുക്കണം, നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ആരാടാ ഫീസ് ഊരിയത്? ലൈൻമാൻ തങ്കപ്പനാണോ? അതൊന്നുമല്ല, നാളെ കൊടുക്കാൻ മോനെ. ഇവന് ഫീസ് കൊടുത്തിട്ടേ ഒരു കാര്യമില്ല.
കഴിഞ്ഞ പരീക്ഷയ്ക്ക് അവന് വട്ട പൂജയായിരുന്നു. അത് പിന്നെ എനിക്ക് ഡെങ്കിപ്പനി വന്നോണ്ടല്ലേ. എന്താ പന്നി വന്നെന്നോ? പിടിക്കാൻ പറ്റിയില്ലേ? പടക്കം വെച്ചാ മതി. മൈക്ക് സെറ്റ് കൊണ്ട് കിടന്ന് ചെവിയുടെ ഫീസ് പോയെന്നാ തോന്നണേ. അപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്കോ? അവൻ പഠിച്ചോളൂടി. ഇതിലിത്തിരി മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല. അടുത്ത പരീക്ഷയ്ക്ക് അവൻ 100-ൽ 100 മാർക്ക് മേടിക്കും. അല്ലടാ മോനെ? ചെക്കൻ ഇങ്ങനെ കൊഞ്ചിക്കുന്നോണ്ട് അവന് മാർക്ക് കുറയുന്നെ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇങ്ങനെ പോയാലേ ഇക്കൊല്ലം ജയിക്കുമെന്ന് തോന്നുന്നില്ല. ചേച്ചിക്ക് അസൂയ. അവളോട് പോകാൻ പറ മോനെ. മോൻ നന്നായി പഠിച്ചാ മതി. ശരി അച്ഛാ. ആ, എസ്റ്റേറ്റിൽ പ്ലാന്റിങ് തുടങ്ങുക. ഞാൻ പോട്ടെ. പൊറോട്ട ആണെങ്കിൽ എനിക്കും 2-3 വാങ്ങിക്കോടാ. ആനയെന്ന് പറഞ്ഞാൽ ചേനേന്ന് അച്ഛൻ കേക്കൂ. ആ പാൽക്കാരൻ ചെറുക്കനെ കണ്ടാ ഒന്ന് വരാൻ പറയണേ. ആ, അത് നന്നായി. ചിക്കൻ കൂട്ടിയിട്ട് കുറെ നാളായി. ആരാത്? ഞാനമ്മായി കുമാരൻ. നീ എന്തിനാണ് ഒളിഞ്ഞു നോക്കണേ? ഞാൻ വെല്ലിച്ചിന് വെറ്റിലേറെ വേണ്ടി വന്ന പുകലേം. ഓ, വെല്ലിച്ച. ആ ആ ആഹാ, ഉഗ്രൻ ഉഗ്രൻ. നീ വരുമ്പോഴാണ് എനിക്ക് നല്ല മണമുള്ള പുകയില കിട്ടുന്നത്. വെല്ലിച്ച, ഓ, എന്റെ മല്ലിയുടെ കാര്യം. എന്റെ മല്ലിയുടെ കാര്യം നീ ധൈര്യമായിട്ടിരിക്കൂ. ഞാൻ ഏറ്റവും മല്ലിയുടെ കാര്യം. നീ ധൈര്യമായിട്ടിരിക്കൂ. നീ ഈ വേഷമൊക്കെ മാറ്റിയിട്ടേ ഒരു ഫാഷനൊക്കെ ആകണം. അത് നമ്മുടെ MGRനെ പോലെ. ശരി വെല്ലിച്ച. ഹലോ, ഞാൻ ശങ്കർ മഹാദേവൻ. കാര്യങ്ങൾ എവിടം വരെയായി? സാർ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റിയ അവസരം ഒത്തുകിട്ടണ്ടേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ അവിടെ എത്തിയിട്ട് 1 മാസത്തോളമായി. ഇനി വെച്ച് നീട്ടണ്ട. ഓക്കെ. ഋഷി, എണീറ്റേ. ആസനത്തിൽ സൂര്യൻ അതിക്രമിച്ച് കിടക്കാറായി. എന്നിട്ട് കിടന്ന് ഉറങ്ങണോ പോയി. എണീറ്റാ, കൊച്ചമ്മ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. തീരെ വയ്യ. ഇന്നലെ രാത്രി തുടങ്ങിയതാ. നല്ല പനിയും കുളിരും. നോക്കട്ടെ. ശരിയാണല്ലോ, ചൂടുണ്ടല്ലോ. ആ, ഞാൻ കൊച്ചമ്മയോട് പറയാട്ടാ. ആ വണ്ടിയുടെ ആക്കുലും എടുത്ത് ദേ അവിടെ ഇരിക്കുന്നു. എവിടെ? ആ പറയാട്ടാ. തലയ്ക്ക് വല്ല പെരുപ്പോ വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? നല്ല ചൂടുണ്ട്. എങ്ങനെ ആശുപത്രി പോകേണ്ടതായിട്ട് വരും. ഞാൻ പറയാം. ഋഷി എവിടെ? പനി പിടിച്ചെടുക്കാം മാഡം. തീരെ പറ്റിയല്ല. ഞാൻ കുറേ വിളിച്ചായിരുന്നു. എന്നാ ഹോസ്പിറ്റലിൽ പോകുമ്പോ. ശരി മാഡം.
എന്തായാലും വലിയൊരു ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അതെ 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 അതെ. സാധാരണ ചുരുത്തി വെച്ച് വണ്ടിയുടെ ബ്രേക്ക് പോയി കഴിഞ്ഞാൽ നേരെ കൊക്കയിലേക്കാണ് പോയി വീഴുന്നത്. കൊക്കയിൽ പോയാൽ ഒരു പൊടി പോലും കിട്ടിയില്ല. പിന്നെ നെറ്റിയിലെ മുറിവിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞ കാര്യമാക്കേണ്ട, സാരമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ ക്ഷീണവും മേലുവേദനയൊക്കെ ഒരു 2 ദിവസം റെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും മാറിക്കുള്ളൂ. ആ, നമ്മുടെ തോട്ടത്തിലെ പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയതാ, നല്ലതായതിന്. എന്തായാലും ദൈവാധീനമുണ്ട്. അതെ 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 അതെ, അല്ലെങ്കിൽ ഇത്രയല്ലായിരുന്നു. മട്ടും ഭാവം കണ്ട അങ്ങനെയല്ലോ തോന്നുന്നത്. പിന്നെ എങ്ങനെയാ? ഒരു മുതലാഴ്ചയുടെ ഗമയാ. അത് പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അങ്ങനെയായിരിക്കും. വാച അടിക്കാതെ വന്ന് വണ്ടി കയറി. എന്നിട്ട് വേണം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. പറയട്ടടോ, അതൊരു രസമല്ലേ, അത് ഈ പ്രായത്തില്. അങ്ങനെ ഇപ്പൊ രസിക്കണ്ട. കേറാറാവുമ്പോഴേ ഞാൻ പറയാം. പറയണം, ഞാൻ കാത്തിരിക്കും. മേഘങ്ങൾ തേടുമീറൻ കിനാവു സംഗീതമാ, പൂമരന്തങ്ങൾ പൂവ് ചൂടുന്ന നേരമീ വീതിയാകെ നിന്നു നാം 2 ഹംസങ്ങളായി, ഉള്ളിൽ കുളിരുള്ള മൗനങ്ങളായി, നെഞ്ചോടു ചായാൻ വരൂ നീ ജീവതാളങ്ങൾ നീറുനീ മൗനമാകെ, നീ മഴത്തുള്ളി പൂനിലാത്തുള്ളി എന്നിലാനന്ദമായി, നിന്നിലാഴങ്ങൾ തേടുന്നു ഞാൻ, തമ്മിലൊന്നായി ചേരുന്നു നാം, മോഹം നിലാപ്പേലി ചോടുന്നിതാ. ചുടിയിണകളിലലിയും അമൃതക്കണമൊരരിയ ലഹരി നിറയും, കുടലും ഉയിരും ചിറകു കുടയും വിരുന്നൊരുക്കുവാൻ പോരൂ. കടലലകൾ തിരനുരയും സുഖനിമിഷം പ്രിയകരമായി, ചുഴികളിൽ ഒരു പുതുമലരുളി, ഒരു പൊറുമൊഴിച്ചിരി, മധുരലഹരി നുണയും ഒരു വസന്തമാ, നീലമേഘങ്ങൾ തേടുമീറൻ കിനാവു സംഗീതമാ, പൂമരന്തങ്ങൾ പൂവ് ചൂടുന്ന നേരമീ വീതിയാകെ. നടന ജതികളിൽ ഒരു കവിത വിരിയും ശലഭമതിലെ പ്രണയമെഴുതും തളിരിലകളിൽ നിന്നെ, കനവുകളിൽ നിറമെഴുതും പുതുനിമിഷം പ്രിയതരമായി, ഇലകളിൽ ഒരു പുതു
പുതുമഴമൊഴി സിരകളിൽ ഒരു നിറമലരൊളി പ്രണയവിതുര കവിതയൊരുകുമൊരു നിലാവുമോ നീലമേഘങ്ങൾ തേടുമീറൻ കിനാവു സംഗീതമാ പൂമരന്തങ്ങൾ പൂച്ചൂടുന്ന നേരമീ വീഥിയാകെ നിന്നു നാം രണ്ടു ഹംസങ്ങളായി ഉള്ളിൽ കുളിരുള്ള മൗനങ്ങളായി മോഹം നിലാപ്പീലി ചൂടുന്നിതാ രണ്ട് ദിവസം കൂടി മതി. അത് മതിയോ? തീർന്നില്ലേ പിന്നെ നോക്കാലോ. നല്ല മഴ വരുന്ന ലക്ഷണമുണ്ട്. ശരിയാ. എന്നാ മാഡം വേഗം പൊയ്ക്കോ. ശരി. മഴ പെയ്തു. ശരിയാ. വേഗം വാ. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പുരുഷ സ്പർശം ഏൽക്കാത്തവളാണ് ഞാൻ. 20 വയസ്സുള്ളപ്പോൾ
70 വയസ്സുള്ള ഒരു പണക്കാരന് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തതാ. അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിസിനസ് പൊളിഞ്ഞ് കടത്തിൽ മുങ്ങിയ അച്ഛന് ജയിലിൽ പോവാതിരിക്കാൻ എൻ്റെ ഭർത്താവിന് പണം ആവശ്യമായിരുന്നു. രോഗിയായ ഭർത്താവിന് ഞാനൊരു ഹോം നേഴ്സ് മാത്രമായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു നിരവധി സ്വപ്നങ്ങളും മോഹങ്ങളും. നടക്കാതെ പോയ ആ സ്വപ്നങ്ങൾക്കും മോഹങ്ങൾക്കും പുതുജീവൻ നൽകിയത് നീയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ നിനക്ക് കഴിയും. മലൈ മേലെ വാനം കറുക്കുതേ, തുള്ളികളാകി பெய்யதற்காக மனம் நிறைந்து பெய்கிற மழையே, மார்பில் துடி கொட்டான் வா. കുളിരിടും ഈ മഴയിലും തളിരിടും നീ പ്രണയമോ, തുള്ളി പെയ്തു തോർന്നൊരി മലർവനിയിൽ ഒരു വണ്ട് പോലെ ഞാൻ മധുനുകരാം. കൂടെ ഞാനില്ലയോ, എന്നിൽ പൂത്തു നിൽക്കും വസന്തം. നീ കുളിരിടും ഈ മഴയിലും തളിരിടും എൻ പ്രണയമോ, അറിയാതെ പോയി നീ, അറിയാതെ പോയി നീ എന്നിലെ മധുരമാം നിൻസ്വരം. അറിയാതെ പോയി നീ, അറിയാതെ പോയി നീ എന്നിലെ ആർദ്രമാം സ്പർശവും. കാലങ്ങളായ കൈക്കുമ്പിളിൽ പനി നീരു തൂകുമഴകാ, കുളിരിടും ഈ മഴയിലും തളിരിടും നീ പ്രണയമോ.
അറിയാതെ പോയി നീ, പറയാതെ പോയി നീ, നിന്നിലെ കുഞ്ഞിളം സ്വപ്നവും. പറയാതെ പോയി നീ, പറയാതെ പോയി നീ, നിന്നിലെ വനികയിൽ പൂത്തതും. തേടുന്നതാരേ തേൻ തുള്ളിപ്പോ മലർവാക പൂത്ത വഴിയിൽ. കുളിരിടും ഈ മഴയിലും തളിരിടും നീ പ്രണയമോ. എന്താ ചുമ്മാ? ഇന്നെന്താ വലിയ സന്തോഷത്തിലാണല്ലോ? അതേടി, നീ ഇത് കണ്ടോ? ആരുടെ കത്താ? നമ്മുടെ വാസുവിന്റെ കത്താ. നീയൊന്ന് വായിച്ചേ. ഉറക്കെ വായിക്കടി, ഞാനൊന്ന് കേൾക്കട്ടെ. പ്രിയപ്പെട്ട അളിയന്, വീട്ടിലെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. രശ്മിയുടെ കല്യാണം കൂടാൻ നിങ്ങൾ വന്നപ്പോൾ സത്യഭാമയുടെ ചേട്ടന്റെ മകൻ സതീശന് മല്ലിയെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. സതീശൻ ഇവിടെ കൃഷിഭവനിൽ ജോലിയാണ്. സർക്കാർ സർവീസിലാണ്. നല്ല സ്വഭാവവും പെരുമാറ്റവുമാണ്. ചേട്ടൻ ഉടനെ ഇവിടം വരെ വരിക. സ്നേഹപൂർവം, വാസു. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. പിന്നെ മൂക്കി പല്ലി വന്നിട്ടാണോ കല്യാണം കഴിക്കുന്നത്? കല്യാണത്തിനാണെങ്കിൽ ഞാനും ഉണ്ട്. കുറെ നാളായി നല്ലൊരു ചാപ്പാട് കഴിച്ചിട്ട്. ദൈവം തമ്പുരാനായിട്ട് കൊണ്ടുവന്നതാ. അല്ലെങ്കിൽ ഇക്കാലത്ത് ഒരു സർക്കാർ ജോലിക്കാരനെ, അതും സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞ്. അപ്പൊ പെണ്ണിന്റെ ഒരു കയറ്റം കണ്ടില്ലേ? എന്റെ കല്യാണമല്ലേ, അപ്പൊ എന്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ? വരുവടി നിന്റെ സ്വപ്നത്തിലെ രാജകുമാരൻ. അവിടെ കാത്തിരുന്നോ? നിങ്ങൾ ഒരാളാ ഇവിടെ കൊഞ്ചിച്ച് വഷളാക്കിയത്. അനുഭവിച്ചോ? അവര് വരുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് രണ്ടുപേർക്കും പോവാം. ഇവൻ എവിടെ പോയി കിടക്കയാ? Where are you, man? Pick up the phone. ഇവൻ എന്താ ഫോൺ എടുക്കാതെ? Stupid fellow. Nonsense. ഇവൻ എവിടെ പോയി കിടക്കയാ ഇവൻ? ആരതി എവിടെ? രാവിലെ ഓഫീസിൽ പോയതാ. അപ്പോ ഋഷിയോ? അവരൊരുമിച്ചാ പോയത്. സാറിരിക്കെ, ഞാൻ ചായ എടുക്കാം. അപ്പോഴേ മധുരം തീരെ കുറയ്ക്കണ്ട കേട്ടോ. കൊള്ളാം, നല്ല മധുരം. ഞാൻ ചോദിച്ചതിന് ഒന്നും പറഞ്ഞില്ല.
എന്നെക്കുറിച്ച് നിനക്കെന്തറിയാം? എനിക്കൊന്നും അറിയണ്ട. നീ അറിയണം. എനിക്ക് മുന്നേ വേറെ അഫയേഴ്സ് ഉണ്ടായെന്ന് പറയാൻ പോവാണോ? അല്ല, നീയല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ മനസ്സിടം പിടിച്ചിട്ടില്ല. I'm an assassin. ഞാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ഞാൻ ഈ മല കയറിയതും ഒരാളെ കൊല്ലാനാണ്. ആര്? ആരതി തമ്പുരാട്ടിയെ. എന്നെയോ? യെസ്. ശങ്കർ? യെസ്. എത്ര കിട്ടും? 1 crore. നല്ല എമൗണ്ട് ആണല്ലോ. എന്നിട്ട് എന്തിനെ കൊന്നില്ല? ഞാൻ ശ്രമിച്ചിരുന്നു. ഓക്കെ. പക്ഷെ ഇന്ന് എനിക്ക് നിന്നെ ഒന്ന് നുള്ളി നോക്കാൻ കൂടി സാധിക്കില്ല. ശരിയാ, 100 കോടിയല്ലേ കൈ കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും എളുപ്പം നിന്നോട് ഇത് പറയാതിരിക്കലായിരുന്നു. ഇനി ഒരിക്കലും നിനക്കെന്നെ പഴയ പോലെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്ത ഓരോ തെറ്റുകൾക്കുമുള്ള ശിക്ഷ എന്നെങ്കിലും ഞാൻ അനുഭവിക്കണം എന്നെനിക്ക് അന്നേ അറിയാമായിരുന്നു. ഞാൻ ഔട്ട് ഹൗസിൽ തന്നെ കാണും. നിനക്കെന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഇനി തൂക്കാറിൽ കുറഞ്ഞൊരു ശിക്ഷ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഞാനിവിടെ ഉള്ളപ്പോൾ നിന്റെ ദേഹത്ത് ഒരു തരി മണ്ണിടാൻ പോലും ആർക്കും സാധിക്കില്ല. ഇത് ഞാൻ തരുന്ന ഉറപ്പ്. എൻ്റെ ജീവൻ കൊടുത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും. സ്നേഹിക്കാനുള്ള മനസ്സുണ്ടായിരുന്നെങ്കിൽ ആരെയും നീ കൊല്ലില്ലായിരുന്നു. ഒരു പ്രൊഫഷണൽ കില്ലറായ നിന്നെ ഞാൻ ഇനി ഇങ്ങനെ വിശ്വസിക്കും? ഒരു കില്ലറായി ജനിച്ചതല്ല ഞാൻ. സാഹചര്യം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. എനിക്കുണ്ടായിരുന്നൊരു കുടുംബം. അച്ഛനും അമ്മയും കുഞ്ഞു പെങ്ങളും അടങ്ങുന്നൊരു സന്തുഷ്ടമായ കുടുംബം. Happy birthday to you. Happy birthday to you. Happy birthday to you. May God bless you, dear. പിറന്നാളിന് മംഗളങ്ങൾ പാടാൻ വാ. മിന്നമിനുങ്ങി നെഞ്ചിലൂറും പൊന്നെളിച്ചം പകരാൻ വാ. മധുമഴ പൊഴിയും പുലരിക്കനവിൽ ചെറുപീലികൾ വീശും പൊന്നാരത്തുമ്പി. പളുങ്കുകൂട്ടിൽ വാഴും ചെറുകിളികൾ നമ്മൾ ചിറകുരുമ്മിയൊന്നായി വാണിടേണമെന്നും. പൊന്നും കുടത്തിൻ പിറന്നാളിന് മംഗളങ്ങൾ പാടാൻ വാ. മിന്നമിനുങ്ങി നെഞ്ചിലൂറും പൊന്നെളിച്ചം പകരാൻ വാ. ജീവന്റെ താളം പൂന്തിങ്കളെ നീ വാത്സല്യഭാവം. ഇന്നൻ കരളിനു കുളിരായാലിയും അതിലൊരു സ്നേഹം നിറയും പ്രിയ നിമിഷം. സ്നേഹം നിറയും പ്രിയ നിമിഷം. പുതുമഴ പോലണയും ഈ ജന്മദിനം. പൊന്നും കുടത്തിൻ പിറന്നാളിനു മംഗളങ്ങൾ പാടാൻ വാ. മിന്നമിനുങ്ങി നെഞ്ചിലൂറും പൊന്നെളിച്ചം പകരാൻ വാ.
സുദിനം. മിഴികളിലഴകായി മലരുകൾ വിരിയും മധുമണമുതിരും നിറയും പ്രിയസുദിനം. വാർമഴവില്ലായി തെളിയും പുണ്യദിനം. പൊന്നും കുടത്തിൻ പിറന്നാളിനു മംഗളങ്ങൾ പാടാൻ വാ. മിന്നമിനുങ്ങി നെഞ്ചിലൂറും പൊൻവെളിച്ചം പകരാൻ വാ. മധുമഴ പൊഴിയും പുലരിക്കനവിൽ ചെറുപീലികൾ വീശും പൊന്നാരത്തുമ്പി. പളുങ്കുകൂട്ടിൽ വാഴും ചെറുകിളികൾ നമ്മൾ ചിറകുരുമ്മി ഒന്നായി വാണിടേണമെന്നും. പൊൻകുടത്തിൻ പിറന്നാളിനു മംഗളങ്ങൾ പാടാൻ വാ. മിന്നമിനുങ്ങി നെഞ്ചിലൂറും പൊൻവെളിച്ചം പകരാൻ വാ. ചിന്നൂന് 10 വയസ്സായി. സമയം പോകുന്നത് അറിയുന്നേ ഇല്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ കല്യാണപ്രായാവും. ആവട്ടടി, പിള്ളേര് വലുതായ പിന്നെ കല്യാണം കഴിച്ചു വിടണ്ടേ? അത് സ്വാഭാവികല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. കല്യാണം എന്നൊക്കെ പറയുമ്പോ അതിന് ചെലവില്ലേ? 5-10 വർഷം എന്നൊക്കെ പറയുമ്പോ കണ്ണടച്ച് തുറക്കുമ്പോ അങ്ങ് പോവും. അതിനിപ്പോ നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് കൂട്ടുകാരന്റെ ബിസിനസിന്റെ വളർച്ച കണ്ട് രാജിവെച്ചു. ഉള്ളതെല്ലാം സ്വരുക്കൂട്ടി കിട്ടാവുന്ന അടുത്തുനിന്നൊക്കെ വായ്പയും വാങ്ങി. തുടങ്ങാൻ പോകുന്ന കമ്പനി ഇതുവരെ തുടങ്ങാനും പറ്റിയില്ല. അതിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാ പോരെ? അത് ഈ ആഴ്ച തന്നെ കിട്ടും. നാട്ടുകാര് പ്രശ്നം ഉണ്ടാക്കുന്ന കേട്ടത്. വേണ്ടായിരുന്നു. ജോലി ഉള്ളപ്പോൾ സ്വസ്ഥതയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഉള്ള മനസ്സമാധാനവും പോയി. നീ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കല്ലേ. എല്ലാം ശരിയാകും. ഒന്നും അല്ലെങ്കിലും നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. നല്ലത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നീയും കിടക്കാൻ നോക്ക്. പിന്നെ നാളെ നീയും വരണം. സൊസൈറ്റി ലോണിന്റെ ബാക്കി പൈസ കിട്ടണമെങ്കിൽ നീയും കൂടി ഒപ്പിടണം. പിള്ളേർക്ക് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. വന്നിട്ട് വേണം അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ. അച്ഛൻ ബിസിനസ് തുടങ്ങാൻ വരുത്തി വെച്ച് കടക്കണിയിൽപ്പെട്ട് ഞങ്ങൾക്ക് വീട് വിട്ടിറങ്ങേണ്ടി വന്നു. അമ്മാവൻ ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
അതെ, ഇവരിവിടെ തന്നെ പൊറപ്പിക്കാനാണോ പരിപാടി? ഇവിടെ ഉണ്ടല്ലോ 3 എണ്ണം. അതുങ്ങളെ പഠിപ്പിക്കാനും ചികിത്സിക്കാനും തന്നെ കാശ് കഴിയുന്നില്ല. വേറെ ഉണ്ടല്ലോ അമ്മാവന്മാര്, അവരുടെ അടുത്തേക്ക് എങ്ങാനും വിട്ടൂടെ? അതിപ്പോ ഭാനു വാസുവിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണല്ലോ. നമ്മുടെ ജാതിക്കാരനെ അല്ലാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് ഇവരോട് താല്പര്യമില്ല എന്ന് വിചാരിച്ച് നമുക്കെന്ത് ചെയ്യാൻ കഴിയും? വല്ല അനാഥാലയത്തിനും ഉണ്ടാക്കും മനുഷ്യ. വെറുതെ കാര്യമില്ലാത്ത ഓരോന്ന് ചെയ്തു വെക്കും. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എല്ലാവർക്കും തുണി കഴുകി കൊടുക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും എനിക്ക് പറ്റത്തില്ല. ഉടനെ ഒരു തീരുമാനം എടുക്കണം. വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്ക് ഓരോന്ന് വന്ന് കേറിക്കോളും. എന്തായി ഡോക്ടർ? കുട്ടി എന്തെങ്കിലും കഠിനമായി ജോലി ചെയ്തിരുന്നോ? ഇല്ല. അതേസമയം വെയിലത്ത് നിന്ന് കളിക്കുകയോ മറ്റോ? ഇല്ല ഡോക്ടർ, അപ്പോഴേ ഇറങ്ങിയുള്ളൂ എന്നാ കുട്ടികൾ പറഞ്ഞ. എന്തായാലും ഒരു ഫുൾ ചെക്കപ്പ് വേണ്ടി വരും. ഇപ്പോഴത്തെ കാലത്ത് പലതരം രോഗങ്ങളുണ്ടല്ലോ. ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ചികിത്സ നടത്തുന്നതാണ് നല്ലത്. കുട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്, വാർഡിലേക്ക് മാറ്റാം. എന്തായാലും മെഡിക്കൽ കോളേജിലേക്ക് ടെസ്റ്റിന് അയക്കണം. റിസൾട്ട് വരുമ്പോൾ നിങ്ങളെ വിളിക്കാം. പേടിക്കാനൊന്നുമില്ല, പക്ഷേ കുറച്ച് പ്രശ്നമുണ്ട്. എന്താ ഡോക്ടറെ പ്രശ്നം? നമുക്ക് ചികിത്സയുണ്ട്. കുട്ടിക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ആരംഭമാണ്. കരയല്ല മോനെ, പ്രശ്നമൊന്നുമില്ല. കരയണ്ടടോ, ഞങ്ങളൊക്കെ ഇല്ലേ. ദൈവത്തോടെ പ്രാർത്ഥിക്കും, എല്ലാം ശരിയാവും. പ്രായം കുറവായതുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തിയാൽ അസുഖം മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ കുറച്ച് പണച്ചെലവുണ്ട്. ടെസ്റ്റിനുള്ള പൈസ തന്നെ ഒപ്പിച്ച് വളരെ ബുദ്ധിമുട്ടിയാ. അച്ഛനമ്മമാരില്ലാത്ത കുട്ടികളാണ് ഇവര്. എൻ്റെ ഫീസ് ഞാൻ ഒഴിവാക്കാം, എന്നാലും ഹോസ്പിറ്റൽ ഫീസ് കിട്ടണ്ടേ? 2 ലക്ഷം രൂപ ഉടനെ കെട്ടിവെക്കണം. സമയം വൈകിയാൽ ഞങ്ങളെ എങ്ങനെയാലും ഉണ്ടാക്കിക്കോളാം ഡോക്ടറെ. നിത്യവൃത്തിക്ക് പോലും വകയില്ലായിരുന്ന ഈ 15 വയസ്സുകാരൻ എവിടെ നിന്നാണ് ഈ 2 ലക്ഷം രൂപ? ചെക്കപ്പുകൾക്ക് തന്നെ ബന്ധുക്കളോടും മറ്റുള്ളവരോടും കൈനീട്ടിയ പൈസ ഒപ്പിച്ചത്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ഞാൻ
പല വ്യക്തികളോടും സംഘടനകളോടും പൈസയ്ക്ക് വേണ്ടി യാചിച്ചു. അവസാനം ചെന്നുപെട്ടത് ഒരു ക്രിമിനലിൻ്റെ അടുത്ത്. ഒരാളെ കൊന്ന പൈസ തരാമെന്ന് അയാൾ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പെങ്ങളെ രക്ഷിക്കാൻ ഞാൻ വേറെ വഴി കണ്ടില്ല. ഞാനത് ചെയ്തു. പക്ഷെ വിധി അവിടെ എന്നെ തോൽപ്പിച്ചു. പൈസയായിട്ട് ഞാൻ എത്തിയപ്പോഴേക്കും അവള് പോയി കഴിഞ്ഞിരുന്നു. എന്നേക്കുമായി. കൊലപാതകത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. 6 വർഷം ജുവനൈൽ ഹോമിലും ജയിലിലും. വെറുപ്പായിരുന്നു എനിക്ക് സമൂഹത്തോട്. എങ്ങനെയും പൈസ ഉണ്ടാക്കണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. പിന്നെ ആ വഴിയായി സഞ്ചാരം. ഇപ്പോൾ നീ എന്നെ തിരുത്തി. നിന്റെ സ്നേഹം എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റി. ഇനി നിനക്ക് തീരുമാനിക്കാം എന്തു വേണം. നീ എന്താ ചാവൻ നടക്കാന്നോടി? അതെ, ചാവൻ തന്നെയാ. വെറുതെ ഓരോന്ന് പറഞ്ഞ് നാട്ടുകാരെ കൊതിപ്പിക്കല്ലോ വെച്ച. ഇങ്ങനെ ജീവിക്കുന്നേക്കാ ഭേദം ചാവുന്ന തന്നെയാ. എന്തു പറ്റി? വീട്ടുകാരെന്റെ കല്യാണം ഉറപ്പിച്ചു. ആഹാ, ഏതാ ചെക്കൻ? അമ്മാവന്റെ ബന്ധത്തിൽപ്പെട്ടതാ. ഏതോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാത്രേ. മലിക്ക് കോളടിച്ചല്ലോ. ചെലവ് വേണം. അതിന് ഞാൻ കെട്ടിയിട്ട് വേണ്ടേ? വീട്ടുകാർക്ക് വലിയ ഇഷ്ടാ, പക്ഷെ എനിക്കത്ര ഇഷ്ടമല്ല. അതെന്താ? എനിക്ക് ഇഷ്ടമുള്ള ആളല്ലേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റും. നിനക്കിഷ്ടമുള്ള ആളോ? ഏതാ ഹതഭാഗ്യൻ? അപ്പൊ എന്റെ വായിന്ന് തന്നെ കേൾക്കണോ അല്ലേ? ഇയാൾക്കറിയില്ല. എനിക്കിഷ്ട ഇയാളെ. മല്ലി, മല്ലി നിക്ക്. മല്ലി എന്നെ തെറ്റിദ്ധരിച്ചു. മല്ലിയെ ഒരിക്കലും എനിക്കൊരു കാമുകിയായിട്ട് കാണാൻ സാധിക്കില്ല. എനിക്ക് നിന്നെപ്പോലൊരു കുസൃതിയായ അനിയത്തി ഉണ്ടായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ എന്നെ കാണാതെ ഉണ്ണാറില്ലായിരുന്നു, ഉറങ്ങാറില്ലായിരുന്നു. 12 വയസ്സിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് അവൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അത്യാസന്ന നിലയിലായിരുന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക് പകരം എൻ്റെ ജീവൻ എടുത്തോളാൻ. പക്ഷെ എന്തോ അന്ന് ദൈവം അത് ചെവികൊണ്ടില്ല. ഇവിടെ വന്ന് ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോൾ തന്നെ ആ അനിയത്തി തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു എനിക്ക്. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടെങ്കിൽ മോള് ക്ഷമിക്കണം. മോള് ഈ ചേട്ടൻ പറഞ്ഞനുസരിക്കണം. പറഞ്ഞു കേട്ടിടത്തോളം നല്ല ആലോചനയാണ്. വീട്ടുകാർക്കും വലിയ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ. അവരിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. മോൾ ഇതിന് സമ്മതിക്കണം. സമ്മതിക്കില്ലേ? എന്താ സമ്മതിക്കില്ലേ? ആ വണ്ടി ഒന്ന് നിർത്തിയേ, ഒന്ന് റിവേഴ്സ് ചെയ്തേ. വണ്ടി എടുക്ക്. ഇനി ഒട്ടും വൈകരുത്. എത്രയും പെട്ടെന്ന് നിന്റെ ജോലി തീർക്കണം. ഇതുവരെ അതിനുള്ള സാഹചര്യം ഒത്തു വന്നിട്ടില്ല സാർ. 1-2 തവണ അതിനുള്ള അറ്റംപ്റ്റ് നടത്തിയിരുന്നെങ്കിലും അതിനുശേഷം നല്ലൊരു സാഹചര്യം ഒത്തു വന്നിട്ടില്ല. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ കുറച്ച് കാലതാമസം എടുത്തെന്ന് വരും. സാറൊന്ന് ക്ഷമിച്ചു പറ്റും. അത് പറ്റില്ലല്ലോ ഋഷി. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കാം. സാർ, ഞാൻ ഏറ്റെടുത്ത ഒരു കേസും മറ്റൊരാൾക്ക് ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഞാൻ കണ്ടു കുന്നംപുറത്തെ നിങ്ങളുടെ ആ റൊമാൻസ്. സാർ കണ്ട സ്ഥിതിക്ക് ഇനി ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ല. ഇനി ആരതിയെ കൊല്ലാൻ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് സാധിക്കില്ല.
ഒച്ച വെച്ചിട്ട് കാര്യമില്ല സാറേ. ഇനി ആരതിയെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാ. അപ്പൊ എനിക്ക് 2 കൊലപാതകങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാലും മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് കരുതി സമാധാനിക്കാമല്ലോ. എന്നാ നീ ചെവി നുള്ളിക്കോ. 2നെ കൊന്നിയാൻ പൊക്കെത്തള്ളും. പറഞ്ഞില്ലാന്ന് വേണ്ട കേട്ടോ. അവളെ എണ്ണത്തോണിലിട്ട് കുളിപ്പിക്കാനല്ല ഞാനൊരാളെ ആവശ്യപ്പെട്ടത്. അതിപ്പോ എനിക്കറിയോ അവനിങ്ങനെ കാല് മാറുമെന്ന്. മാറിയ കാല് ഞാൻ വെട്ടു എന്റെ വക്കീലേ. ഇത് വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് വേണ്ടടുത്തത് വെച്ച പോലെയായി. എല്ലാത്തിനും ഇയാളെ പറഞ്ഞാ മതിയല്ലോ. ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? തനിക്ക് അറിയാമോടോ വക്കീലെ, എന്റെ അച്ഛൻ എനിക്കും ചേട്ടനും സ്വത്ത് തുല്യമായി വീതിച്ചു തന്നു. എന്റെ ദൂർത്ത് കാരണം എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ നശിപ്പിച്ചു. പക്ഷെ ചേട്ടന് കിട്ടിയത് ഇരട്ടിപ്പിച്ചു. ഒരു അവകാശിയെ കൊടുക്കാതെ ചേട്ടത്തിയമ്മ മരിച്ചപ്പോ ഞാൻ ആശ്വസിച്ചു. അപ്പോഴാണ് ആ പിശാശിന്റെ വരവ്. അവളെ തീർക്കാൻ ഈ വക്കീലിന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് ഡ്രൈവർ ഋഷിയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പൊ അവളും അവനും ഒന്നായി. എനിക്കിട്ട് പണിയാനുള്ള പരിപാടിയാണ്. ഋഷിയല്ലേ? അവനെന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നൊരു പണിയുണ്ട്. താനൊന്നും ചെയ്യണ്ട. 2നെയും ഞാൻ തട്ടും. താനെ ഒന്ന് കൂടെ നിന്ന് തന്നാ മതി. സന്ധ്യേ, 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 സന്ധ്യ, സന്ധ്യ, സന്ധ്യ എവിടെ വാ. ദേ കൊച്ചമ്മ വിളിക്കുന്നു. എന്തിനാ? കാശ് മറ്റോ കാണാണ്ട് പോയിന്നാ പറഞ്ഞേ. കൊച്ചമ്മേ എന്തു പറ്റി? ഇവിടെ വെച്ചിരുന്ന ബാഗ് കാണില്ല. ഏത് ബാഗ്? അതിനകത്താ എംപ്ലോയീസിന് കൊടുക്കാനുള്ള സാലറി എമൗണ്ട് വെച്ചിരിക്കുന്നത്. അയ്യോ, 20 lakhs ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? കൊച്ചമ്മ എല്ലായിടത്തും നോക്കിയായിരുന്നു. നോക്കിയതാ. എന്നാ ഞാൻ പോലീസിനെ വിളിക്കാൻ പോകും. ഓക്കെ. ഏത് റൂമിലാ മോഷണം നടന്നത്? മുകളിലാ, കൊച്ചമ്മയുടെ റൂമിലാ. വന്നാട്ടെ സാറേ. മാഡം, ഇത് സാറന്മാര്. എപ്പോഴാണ് ബാഗ് കാണാതായത്? ഇന്ന് രാവിലെ. ഈ റൂമിൽ ആരാണ് താമസം? ഞാൻ. ഇന്നലെ ആ ക്യാഷ് ബാഗ് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വേറെ ആരെങ്കിലും ഈ റൂമിൽ കയറിയായിരുന്നോ? ഇല്ല. താനാരാ? ഞാനിവിടുത്തെ കാര്യസ്ഥനാ സാറേ. നാട്ടിൽ തിരുവാങ്കുളത്തെ വീട്. നിങ്ങളോ? ഞാനിവിടുത്തെ വീട്ടിൽ. എന്നോട് ചോദിച്ചോ? എന്നെ കണ്ടിട്ട് അതിനൊരു കള്ളലക്ഷണം ഉണ്ടല്ലോടാ. ഇല്ല സാറേ, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ അല്ലേ. പിന്നെ വേറെ ആരാ ഇവിടെ ഉള്ളത്? നിങ്ങളോടാ ചോദിച്ചത്? സാറേ, ഡ്രൈവർ ഋഷി, ഇവിടുത്തെ ഡ്രൈവർ താമസിക്കുന്നുണ്ട് അവിടെ. ഞാൻ കാണിച്ചു തരാം സാറേ. സാറേ, ഇയാളാ. ഇവന്റെ റൂം ഒന്ന് സെർച്ച് ചെയ്യ്. കിട്ടി സാർ. കട്ടിലിന്റെ അടിയിലുണ്ടായിരുന്നു. ഇതാ സാർ. ഇവരെ പിടിച്ച് ജീവിക്കട്ടെ. സർ,
യെസ് മാഡം. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്നലെ വൈകിട്ട് ഞാൻ ഈ ബാഗ് അയാളെ ഏൽപ്പിച്ചു. സർ ക്ഷമിക്കണം എന്നോട്, ഞാൻ മറന്നുപോയതാ. സർക്കാർ പോലീസിന് ശമ്പളം തരുന്നത് നിങ്ങളെപ്പോലുള്ള കൊച്ചമ്മമാരുടെ താളത്തിനൊത്ത് തുള്ളാനല്ല എന്ന് മാഡം ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. സോറി സർ. വാടോ. കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞാൽ കുടുംബം അടക്കം ഞാൻ കത്തിക്കും. പിന്നെ ഒരെണ്ണത്തിനെ ഞാൻ ബാക്കി വെക്കില്ല. അതെ പിന്നെ ചായ മധുരം ഉണ്ടാവില്ലല്ലോ, ചോറുള്ളതാണേ. കല്യാണം ഉടൻ നടത്തണമെന്നാ ഇവര് പറയണേ. എന്തിനാ നീട്ടുന്നേ? കുറെ നാളായി ഞങ്ങൾ നടക്കുന്നു. കാണുന്ന പെണ്ണിനെ ഒന്നും ഇവന് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി വൈകിക്കേണ്ട. എപ്പോ വേണേലും ഞങ്ങളൊരു ഋഷി ഋഷി എന്താ മോനോട് ക്ഷമിക്കണം. എന്തിന്? അന്ന് മോനെ പോലീസ് പിടിക്കാൻ കാരണക്കാരൻ ഞാനാ പൈസ ഇവിടെ കൊണ്ടുപോയി വെച്ചത്. ആ ശങ്കർ സാറിനെ ഭീഷണിപ്പെടുത്തിയിട്ടാ ഞാനങ്ങനെ ചെയ്തത്. ഞാനങ്ങനെ ചെയ്തതിന് ദൈവം എനിക്ക് ശിക്ഷയും തന്നു. അവനൊരു ദുഷ്ടനവനെ ആ ശങ്കർ. പാവ സന്ധ്യനെ അവൻ നശിപ്പിച്ചു. മനസ്സിന് തീരെ സുഖമില്ല. ഞാൻ കുറച്ചാളെ നാട്ടിൽ ചെന്ന് നിന്നാലെന്ന് ആലോചിക്കുക. ഞാൻ പോട്ടെ മോനെ. തല്ലി കൊല്ലടാ പട്ടിയെ.
അവനെ കൊന്നിട്ടതാ. ഞാനേ അവളെ തീർത്തിട്ട് വരാം. എന്ത് കരുതി നീ? അവനോടൊപ്പം സൂഹിച്ച് ജീവിക്കാന്നോ? എന്റെ ജ്യേഷ്ഠന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്ത് അങ്ങനെ നീ സൂഹിക്കണ്ടടി. എടി 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 അവിടെ നിൽക്കാൻ.
ഈ മഴയിലും തളിരിടും നീ പ്രണയമോ കൂടെ ഞാനില്ലയോ എന്നിൽ പൂത്തു നിൽക്കും വസന്തം തളിരിടും എൻ പ്രണയമോ അറിയാതെ പോയി നീ അറിയാതെ പോയി നീ എന്നിലെ മധുരമാം നിൻ സ്വരം അറിയാതെ പോയി നീ അറിയാതെ പോയി നീ ആർദ്രമാം സ്പർശവും കാലങ്ങളായ കൈക്കുമ്പിളിൽ പനി നീരു തൂകുമഴക കുളിരിടും ഈ മഴയിലും തളിരിടും നീ പ്രണയമോ പറയാതെ പോയി നീ പറയാതെ പോയി നീ നിന്നിലെ കുഞ്ഞിളം സ്വപ്നവും പറയാതെ പോയി നീ പറയാതെ പോയി നീ നിന്നിലെ വനികയിൽ പൂത്തതും തേടുന്നതാരേ തേൻ തുള്ളി പോ മലർവാക പൂത്ത വഴിയിൽ കുളിരിടും ഈ മഴയിലും തളിരിടും നീ പ്രണയമോ